ഈ പുന്നാറ് സർവത്തുമോൻ ആരെന്നുള്ള കാര്യം ഇവിടെ മനസ്സിലായ കൽപ്പറ്റയിലെ ഒരു 16 വയസ്സായിട്ടുള്ള ഒരു പൊടി ചെക്കന കുറച്ച് ചെക്കന്മാർ കൂട്ടം കൂടിക്കണ്ട് അടിച്ചില്ലേ. ആ അടിച്ചിലുള്ള മുഖ്യപ്രതി ആയിട്ടുള്ള ഒരുത്തനാണ് ഇവന്. യഥാർത്ഥത്തില് മുഖ്യപ്രതി എന്നുള്ള ഒരു താരതമ്യമൊന്നും അതിൽ പാടില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ആ ചെക്കനെ അടിച്ചു കണ്ട് അങ്ങോട്ട് കുത്തിയാണ് മലർത്തിയത് ഇതാ ഈ പുന്നാര കൈവരി മോനാണ്. ഓക്കെ, പക്ഷെ ഇവന്റെ ബാക്കില് വേറെ കുറച്ച് ആൾക്കാരുടെ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിക്കാണ്ട് വലിയ നടനാണ് വലിയ ഗുണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വേറൊരു കൈവരി മോനുണ്ട്. അവരെയും പിടിച്ചണം. പിന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ട് പിടിക്കട കാലി എന്ന് പറഞ്ഞുകൊണ്ട് പിടിപ്പിച്ചിട്ടുള്ള വേറെ ആൾക്കാരുണ്ട്. ഓരെല്ലാവരും ആ ഒരു 16 വയസ്സായിട്ടുള്ള ചെക്കനെ തച്ചതിൽ വെച്ചിട്ടുള്ള കാര്യത്തിൽ അവിടെ പ്രതികളാണ്. ഓരെല്ലാവരും പിടിക്കണം. അല്ല ഈ ഒരു പുന്നാര കൈവരി മോനം മാത്രം ഇവിടെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇവനെ പോലെയുള്ള ആൾക്കാരൊക്കെ മൂട്ടുകൂടെ ആ ആണിപ്പാറം ചൂടാക്കിയാണ് കയറ്റിക്കണം, മുമ്പ് കൂടെ കണ്ട് ഇറക്കണം. ഓർക്ക് ഒരു മേലാൽ ഇമ്മാരിയുള്ള ഏരപ്പത്തിലെ പരിപാടി ചെയ്യാണ്. പിന്നെ ഓരോ കൈ ഇങ്ങോട്ട് ഉറക്കരുത്. പോലീസുകാരുടെ ലാത്തി എന്ന് പറയുന്നത് അത്രത്തോളം ചൂടുള്ള സാധനമാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ അടിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തില് നിങ്ങൾ ശരിക്കും അടിക്കേണ്ടത് ആരാണെന്ന് അറിയാം. ഇവനെ പോലെ ഉള്ളവരാണ് അടിക്കേണ്ടത്. ഇവനെ പോലെ ഉള്ളവരാണ് അടിക്കേണ്ടത്. ഊരന്റെ താഴത്ത് കണ്ട് അടിച്ചിട്ട് കണ്ട് എന്ത് ചെയ്യാന്നറിയാം. ആ പാട് ഇങ്ങനെ തൊടമ്പൽ ഇങ്ങനെ ഉണ്ടാവണം. എക്കാലത്ത് കുളിച്ചുമ്പോൾ കണ്ട് കാണണം ഏതാ പാടുന്നുള്ളത് ഒരു ഓർമ്മ കണ്ട് വേണം. അപ്പൊ തൊടമ്പ മാത്രമൊന്നല്ല, ഈ തോടന്റെ ബെർന്ന് കെട്ട് കഴുത്തിന്റെ അടിക്കിട്ട് നാട്ടുപുറം അടിക്കണ കൊടുത്താൽ മാത്രമാണ് ഇവനെ പോലെയുള്ള കൈവേറി മക്കള് വളർന്നു വരുന്ന ഗുണ്ടകളാവാതെ നല്ല രീതിയിൽ പോവുള്ളൂ. ഇല്ലാത്ത പക്ഷം എന്തുണ്ടാവില്ലെന്നറിയോ, ഗുണ്ടകളെ കണ്ട് വളരും ചെയ്യും. ഒരുപാട് ആൾക്കാർ ഇവനെ പോലെയുള്ള ചെത്തല പട്ടികൾ എന്ത് ചെയ്യുന്നറിയോ, കൊന്നാണ്ട് കളി. ഓനെ കണ്ടാൽ തന്നെ അറിയാം വളർന്നു വരാൻ ഗുണ്ട ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെത്തല പട്ടിയാണ് ഓനെ എന്നുള്ളത് ഇത് കണ്ടവണ മനസ്സിലാക്കാം.